Hi guys, നമസ്കാരം. ടെക് ടീമിന്റെ പുതിയൊരു അൺബോക്സിംഗ് വീഡിയോയിലേക്കാണ് ഇന്ന് നിങ്ങളെയാണ് കൊണ്ടുപോകുന്നത്. ഓക്കെ, ഒരു കിടുക്കാച്ചയായിട്ട് നമ്മൾ അതിന് വന്ന് പെട്ടിട്ടുണ്ട്. പിന്നെ ഒന്നും നോക്കിയില്ല, നിങ്ങൾക്ക് വേണ്ടി നമ്മളത് പൊളിക്കാൻ വേണ്ടി. സാധനം അതാണ് റിയൽമി XT എന്ന റിയൽമി ഫോൺസിന്റെ ഏറ്റവും പുതിയ ബ്രാൻഡഡ് ഫോൺ. ഓക്കെ, ലേറ്റസ്റ്റ് ലോഞ്ച് ആണ്. ഈ റിയൽമി XTയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇന്ന് ഇറങ്ങിയിട്ടുള്ളതിൽ വെച്ചിട്ട് 64 മെഗാ പിക്സൽ ക്യാമറ ഉള്ള ഏറ്റവും ഫസ്റ്റ് ഫോണാണ് ഈ കയ്യിലുള്ളത്. ഓക്കെ, ഇതിന്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള സ്പെക്ക് നമുക്ക് പറയാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 6.4 ഇഞ്ച് സ്ക്രീനാണ്. അത്യാവശ്യം സ്റ്റാൻഡേർഡ് സൈസ് ഉണ്ട്, എന്നാൽ ഒരു വലിയ ബോറായിട്ടുള്ള രീതിയിൽ അത്ര ബൾക്കി ആയിട്ടുള്ള ഒരു ഫോണും അല്ല. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വേരിയന്റ് 4GB 64 മെഗാ പിക്സൽ ആണ്. 4GB 64GB ആണ് എന്റെ കയ്യിലുള്ള വേരിയന്റ് ഉള്ളത്. ഇതല്ലാതെ തന്നെ 6GB 64ഉം 6GB 128 നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഒരു 1000-2000 റുപ്പീസ് ഡിഫറൻസ് വരുന്നുള്ളൂ. ഓക്കെ, സോ നമ്മളിത് പൊളിക്കാൻ പോവാണ്. ഓൾറെഡി ചെറുതായിട്ട് പാർഷ്യൽ തുറന്നു വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഏതൊരു ബ്രാൻഡഡ് ഫോൺ തുറക്കുകയാണെങ്കിലും നമുക്ക് ഉണ്ടാകുന്ന പോലെ തന്നെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു നോർമൽ ഒരു ഓർത്തഡോക്സ് ബോക്സ് ആണ് നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു കേസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു വലിയ പ്രീമിയം ക്വാളിറ്റി അല്ല, ബട്ട് സ്റ്റിൽ നമുക്കൊരു ടൈം പാസ് യൂസിന് നമുക്ക് ഇനീഷ്യലി യൂസ് ചെയ്യാവുന്ന രീതിയിൽ ഉള്ളൊരു കേസാണ്. അതിൻ്റെ കൂടെ തന്നെ യൂസർ ഗൈഡും അതിൻ്റെ മാനുവൽസ് നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ പുലിക്കുട്ടി വരുന്നത്. ഇങ്ങനെ കാണുന്നേരം നമുക്കൊരു സാധാ നീല കളറുള്ള ഒരു ഫോണെന്ന് തോന്നുള്ളൂ. പക്ഷെ ആൾ പാക്കറ്റ് പൊളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലേശം വലിയ മനുഷ്യനാണ്. ഇങ്ങനെയാണ് അതിൻ്റെ ഡിസൈൻ വന്നിട്ടുള്ളത്. നോട്ട്സ് ആൻഡ് പ്രോ തൊട്ട് ഒരു ഇതെല്ലാം പ്രീമിയം മോഡൽസിലും വരെ ഉള്ള ഒരു കളർ ഷെയ്ഡ്, ഒരു ഷൈനിങ് ആയിട്ടുള്ള ഒരു ഗ്ലേസിങ് ആയിട്ടുള്ള ഒരു ബോഡിയാണ് അതിന് കൊടുത്തിട്ടുള്ളത്. അതേസമയം ഈ റിയൽമി XT എന്നുള്ള മോഡൽ വരുന്നത് റിയൽമി 5 പ്രോയുടെ ഒരു അഡ്വാൻസ്ഡ് ആണ്. പക്ഷെ അതിനേക്കാളും തിക്നെസ് കുറച്ചും കൂടെ കുറവുള്ള രീതിയിലാണ് ഇതിൻ്റെ ഡിസൈൻ വന്നിട്ടുള്ളത്. ആൻഡ് ഞാൻ പറഞ്ഞ പോലെ 64 മെഗാ പിക്സലിൻ്റെ 4 ക്യാമറ, 64 മെഗാ പിക്സൽ, പിന്നെ വരുന്നത് ഒരു 8 മെഗാ പിക്സലിൻ്റെ ഒരു സാംസങ്ങിൻ്റെ ഐസോസെല്ലിൻ്റെ ഒരു സെൻസറാണ്, ക്യാമറയാണ്. പിന്നെ 8 മെഗാ പിക്സൽ വൈഡ് ആംഗിളും 2 മെഗാ പിക്സൽ മൈക്രോ ആൻഡ് 2 മെഗാ പിക്സൽ ഡെപ്ത് സെൻസർ. ഓക്കെ, ആൻഡ് ബോഡി ഞാൻ പറഞ്ഞ പോലെ വരുന്നത് ഡിസ്പ്ലേ 6.4 ആണ്. ഫ്രണ്ട് ക്യാമറ നമുക്ക് 2 ഓപ്ഷൻസ് ആണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ജനറേഷൻ ഫോൺസിൽ വരുന്നതിനുള്ളത്. ഒന്ന് പോപ്പപ്പ് ആണ്, സെക്കൻഡ് വൺ വാട്ടർ ഡ്രോപ്പ് നോച്ച് ആണ്. ഇതിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് തന്നെ അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് 16 മെഗാ പിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറയാണ്. നമ്മളത് ഒന്ന് ഓൺ ചെയ്യാണ്. എല്ലാവരും കൈയടിച്ച് പാസ്സാക്കണം. ഉദ്ഘാടനം കഴിഞ്ഞു. സ്റ്റാർട്ടിങ്ങിൽ അറൗണ്ട് ഒരു 25 to 30 സെക്കൻഡ്സ് ആണ് നമുക്ക് ടൈം വരുന്നത്. അത് ഇപ്പം വരുന്ന ഒരു നോർമൽ ഫോണിനെ വെച്ച് നോക്കുന്നേരം നമുക്ക് അത്ര കൂടുതലും അല്ല, അത്ര കുറവും അല്ല. ഓക്കെ, ഇങ്ങനെയാണ് ഹോം സ്ക്രീനായിട്ട് നമുക്ക് വരുന്നത്. കാരണം അത്യാവശ്യം സ്പീഡുള്ള രീതിയിൽ തന്നെയാണ് അത് ആക്ട് ചെയ്യുന്നത്. 4GB റാമിൻ്റെ ഒരു ക്വാളിറ്റി നമുക്ക് മൊത്തമായിട്ട് ഇവിടെ കിട്ടുന്നുണ്ട്. പിന്നെ ഹൈലൈറ്റ് വരുന്നത് ക്യാമറയാണ്. ക്യാമറ നോക്കുകയാണെങ്കിൽ ലൊക്കേഷനൊക്കെ ചോദിക്കുന്നുണ്ടാവും, വേണ്ട. ഒരു നോർമൽ ഒരു ഫോട്ടോ എടുക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ക്ലാരിറ്റി, ഒരു 64 മെഗാ പിക്സലിൻ്റെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ നമുക്ക് ഇതിൽ മൊത്തമായിട്ട് ഒരു ഫോട്ടോയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഇതല്ലാതെ നിന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാവും. ഇനി പോർട്രേറ്റ് ആണെങ്കിൽ പോർട്രേറ്റിൽ വരുമ്പോൾ കുറച്ചും കൂടെ അതിൻ്റെ ഒരു ബ്യൂട്ടി എന്താണെന്നുള്ളത് നമുക്ക് പിന്നെയും മനസ്സിലാവുന്നുണ്ട്. ഇത് പോർട്രേറ്റ് ആണ്, ഇത് നോർമൽ ഫോട്ടോ മോഡാണ്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇതിലേക്ക് കിട്ടുന്നുണ്ട്. സൂം ചെയ്ത് വരുമ്പോൾ തന്നെ അതിൻ്റെ അതിൽ ജസ്റ്റ് കുറച്ച് പൊടികളൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ, ആ ചെടീൻ്റെ ഉള്ളിൽ. അത് ഫുള്ള് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത്ര പിക്ചർ ക്ലാരിറ്റി നമുക്ക് ഈ ഒരു ഫോണിലൂടെ കിട്ടുന്നുണ്ട്. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽ സ്പെക്കിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ
എബൌട്ട് ഫോൺ, ഡിവൈസ് നെയിം റിയൽ നെയിം HT, പിന്നെ അതിൻ്റെ കോഡാണ്. നമുക്ക് കിട്ടുന്നത് സ്നാപ്ഡ്രാഗണിൻ്റെ 712 പ്രോസസ്സറാണ്, ഒക്ടാ കോർ. ഒരു 51.8 GB നമുക്ക് ഇൻ ഹാൻഡ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനും, പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി നമുക്ക് എക്സ്പാൻഡബിൾ ആണ്. അപ് ടു 256 ആണ് കമ്പനി ഓഫർ ചെയ്യുന്നത്. ഇതിനകത്തുള്ള വേറെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 256 എന്ന് പറയുന്നത് നമുക്ക് നോർമലി ഈ ഒരു ജനറേഷനിൽ കിട്ടുന്ന ഫോൺസിന്റെ പോലെ ഹൈബ്രിഡ് സിം സ്ലോട്ട് അല്ല. ഡെഡിക്കേറ്റഡ് ആയിട്ട് നമുക്ക് 2 സിമ്മും ഒരു മെമ്മറി കാർഡും ഇടാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ഫോണിന്റെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് ആകെ ഒരു ഡിഫക്റ്റ് നമുക്ക് ഈ ഒരു എബൌട്ട് ഫോൺ വായിക്കുമ്പോൾ തന്നെ തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്യൂരിറ്റി പാച്ച് ലെവലാണ്. അത് ജൂലൈ 15 എന്നുള്ളത് കുറച്ച് ഔട്ട്ഡേറ്റഡ് ആണോ നമുക്ക് തോന്നും. ഓക്കെ, പിന്നെ ബാക്കി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബോക്സിൽ തന്നെ നമുക്ക് കിട്ടുന്നത് ഇത് ആവശ്യമില്ലാത്ത സാധനമാണ്, എന്തിനാ തന്നെന്ന് എനിക്കറിയില്ല. വോക്കിൻ്റെ ചാർജർ, ഒപ്പോ ഫോൺസ്, വിവോ ഫോൺസ് കൊണ്ടുവന്നിട്ടുള്ള ഒപ്പോൻ്റെ ഒക്കെ തന്നെ യൂസ് ചെയ്യുന്ന വോക്ക് എന്നുള്ള സീരീസ് ചാർജറാണ് ഇതിലും വരുന്നത്. ഈ വോക്ക് ചാർജറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടർബോ ചാർജർ കഴിഞ്ഞ് കുറച്ചും കൂടെ അഡ്വാൻസ് ആയിട്ടുള്ള നെക്സ്റ്റ് വേർഷൻ ആയിട്ടാണ് വോക്ക് ചാർജർ വന്നത്. കാരണം ഈ ഫോണിന്റെ തന്നെ കമ്പനി റിയൽമി അവകാശപ്പെടുന്നത് അരമണിക്കൂർ കൊണ്ട് 55% നമുക്ക് കംപ്ലീറ്റ് ചാർജ് ചെയ്ത് കിട്ടുന്നതാണ്. അപ്പൊ അങ്ങനെ വരുന്നത് നമുക്കൊരു 4000 mAh എന്ന് പറയുന്ന ഒരു 1 day റണ്ണിന് നമുക്ക് ആകെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് വരുന്നത് ഒരു അപ്രോക്സിമേറ്റ്ലി 1 hour എടുക്കുക മാത്രമാണ്. 1 hour ബിലോ ആണ് നമുക്ക് ചാർജിങ് ടൈം വരുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് നെഗറ്റീവായിട്ട് തോന്നാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോക്സിൻ്റെ അകത്ത് ഒരു ഹെഡ്സെറ്റ് തന്നിട്ടില്ല. അതെന്താണെന്ന് അറിയില്ല. ആൻഡ് ഓഡിയോ ജാക്ക് വരുന്നത് നോർമലി ഉള്ള പോലെ തന്നെ 3.5 mm ആണ്. അത് താഴെയാണ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് നമുക്കിവിടെ ചാർജിങ് സ്പോട്ട് കാണാവുന്നതാണ്. അത് കൂടാതെ നമുക്കിവിടെ സ്പീക്കർ ഇപ്പോൾ റീസെൻ്റ്ലി ഉള്ള ഒരു ഇതെല്ലാം ഫോൺസിന് വരുന്നത്, ഇപ്പം ഒപ്പോൻ്റെ F11 Pro ആയാലും വേറെ ഏതൊക്കെ അഡ്വാൻസ്ഡ് മോഡൽസ് വന്നിട്ടുണ്ടെങ്കിൽ അതിലെല്ലാം റെഡ്മി 7 Pro ആയാലും നോട്ട് 7 Proയിലും വരെ നമുക്ക് കാണുന്നത് സ്പീക്കർ താഴെയാണ് കൊടുത്തിട്ടുള്ളത്. ഇത് കുറച്ചും കൂടെ സൗണ്ട് ക്ലാരിറ്റി കൂടുതൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുള്ളതിനെ കൊണ്ടാണ് സ്പീക്കർ താഴെ വെച്ചിട്ടുള്ളത്. ആൻഡ് ഞാൻ പറഞ്ഞു ഇതിൻ്റെ തിക്നെസ് 8.6 mm തിക്നെസ് ആണ് ഈ ഒരു ഫോണിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത്. അപ്പം നമുക്കത് കയ്യിൽ പിടിക്കാനും കുറച്ചും കൂടെ കൺവീനിയൻ്റ് ആണ്. അതേസമയം കുഴപ്പമില്ല, നിലത്ത് വീഴുന്നുള്ള ഒരു പേടി നമുക്ക് വേണ്ട, ഹാൻഡിയാണ്. ഓക്കെ, നമുക്ക് നോർമലി ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞു റിയൽമി നോട്ട് 5 Pro ഇല്ലേ, ആ നോട്ട് 5 Proന്റെ തിക്നെസ് എന്ന് പറയുന്നത് ഇതിന്റെ 8.6 പകരം കുറച്ചും കൂടെ തിക്നെസ് കൂടിയിട്ടാണ്. ആൻഡ് ഹൈറ്റ് 153 gram എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, കയ്യിൽ പിടിക്കാവുന്ന ഗ്രാമൊക്കെ തന്നെയാണ്. പിന്നെ ഇതിന്റെ സൈസ് ഹൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 158 mm ആണ്. 158 എന്ന് പറയുന്നത് നമുക്ക് അത്യാവശ്യം ഒരു നല്ലൊരു പിക്ചർ എക്സ്പീരിയൻസും കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഡിസ്പ്ലേ നമുക്ക് സോണി എക്സ്പീരിയ ഒരു തവണ നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വാട്ടർ പ്രൂഫ് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അത്ര നമുക്ക് എത്തുന്നില്ലെങ്കിലും സ്പ്ലാഷ് പ്രൂഫ് ആണ്. അത്യാവശ്യം മഴയത്തൊക്കെ നമുക്ക് അല്ലെങ്കിൽ കുറച്ച് വെള്ളമായോ അല്ലെങ്കിൽ ഇനി കേടാവോ എന്നുള്ള പേടിയും കാര്യങ്ങളൊന്നും വേണ്ട. ഹവർ ഇൻഷുറൻസ് എടുക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലൊരു ഓപ്ഷനുമായിരിക്കും. സൂപ്പർ എമോ LED ആണ് നമുക്കിവിടെ സ്ക്രീനായിട്ട് കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സൂപ്പർ എമോ LED അതിൻ്റെ ഒരു ക്ലാരിറ്റി നമുക്കൊരു മൂവി കൂടിയാണ് കറക്റ്റ് മനസ്സിലാവുക. അപ്പോൾ ജസ്റ്റ് അൺബോക്സ് ചെയ്ത ഫോണിനെ കൊണ്ട് ഇതിൽ കറക്റ്റ് വീഡിയോസ് ഒന്നും ഇല്ല. ഒരു കാര്യം ചെയ്യാം, ഞാൻ എന്തായാലും ഇതിൻ്റെ റിവ്യൂ ഒരാഴ്ച കൂടെ കഴിഞ്ഞ് യൂസേജ് റിവ്യൂ ഞാൻ ഇടുന്നേരം ഇതിൻ്റെ കറക്റ്റ് പിക്ചർ എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ആൻഡ് സ്റ്റോറേജിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, 64 GB എന്ന് പറയുന്നത് 51 GB വരെ നമുക്ക് കയ്യിൽ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു 6 മാസത്തിന് ശേഷം നമുക്കൊരു എക്സ്പാൻഡബിൾ വേണമെന്നുള്ള കാര്യം നമുക്ക് ചിന്തിക്കാവുന്നതാണ്. ആൻഡ് ക്യാമറയിലേക്ക് വരുമ്പോഴേക്കും 5x ഡിജിറ്റൽ സൂമും അതേപോലെ തന്നെ ഓട്ടോ ഫ്ലാഷ്, ഫേസ് ഡിറ്റക്ഷൻ, ടച്ച് ടു ഫോക്കസ്, ഇത്രയും ബേസിക് ആയിട്ടുള്ള എല്ലാ അമ്യൂണിറ്റീസും നമുക്ക് ഈ ഒരു ഫോണിൽ തന്നെ ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ കാണാൻ പറ്റും. അത്യാവശ്യം ഈ ഒരു പ്രൈസിൽ ബെസ്റ്റ് വാല്യൂ ഫോർ മണി എന്ന് തന്നെ നമുക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റുന്ന രീതിയിലാണ്. ആൻഡ് ഇമേജിൻ്റെ റെസൊല്യൂഷൻസ് വരുന്നത് 9000 to 7000 പിക്സൽസ് ആണ്. ഇനി ഒരു വീഡിയോ നമുക്ക് എടുത്തു നോക്കാം. വീഡിയോ ക്ലാരിറ്റിയും അത്യാവശ്യം ആ ഒരു രീതിയിൽ തന്നെ ക്യാമറനെ വലിയ രീതിയിൽ പറയിപ്പിക്കാതെ, മോശമാക്കി പറയിപ്പിക്കാതെ ഒരു വീഡിയോ ക്ലാരിറ്റിയും കൂടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്.
ഇനി ഇതിൻ്റെ ഒരു പ്ലേ ബാക്ക് എടുക്കുന്നേരം നമുക്ക് കറക്റ്റ് അറിയാം പറയിപ്പിക്കോ ഇല്ലയോ എന്നുള്ളത്. വീഡിയോ ക്ലാരിറ്റി അത്യാവശ്യം ആ ഒരു രീതിയിൽ തന്നെ ക്യാമറനെ വലിയ രീതിയിൽ പറയിപ്പിക്കാതെ മോശമാക്കി പറയിപ്പിക്കാതെ ഒരു വീഡിയോ ക്ലാരിറ്റി കൂടെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ സൗണ്ടിൻ്റെ ക്ലാരിറ്റി എന്താണെന്ന് നമുക്ക് മനസ്സിലായി. പറഞ്ഞാൽ മൊത്തം കേട്ടിരിക്കുന്നു ഭാഗ്യം. LED ഫ്ലാഷ് ആണ് നമുക്ക് കമ്പനി ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ആൻഡ് വീഡിയോ റെക്കോർഡിംഗ് 4K വരെയുള്ള വീഡിയോ റെക്കോർഡിംഗ് അതിൻ്റെ അകത്ത് തന്നെ 1920 മുതൽ 1080 മെഗാ പിക്സലാണ്. അതും 30 FPS-ലാണ് നമുക്ക് ഇതിന്റെ വീഡിയോന്റെ ക്ലാരിറ്റി വരുന്നത്. പിന്നെ ഈ ഒരു 64 മെഗാ പിക്സൽ ക്യാമറയുടെ കംപ്ലീറ്റ്, അതായത് 64 മെഗാ പിക്സൽ ക്യാമറ മാത്രമായിട്ട് വേണമെങ്കിൽ നമുക്കിവിടെ യൂസ് ചെയ്യാവുന്നതാണ്. അതല്ല എങ്കിൽ നമുക്ക് അതിൻ്റെ അത് നൈറ്റ് സ്കേപ്പ് എന്ന് പറയുന്നത് അത്ര ഒരു മിഡ് നൈറ്റ് ഫോട്ടോഗ്രാഫി എന്നൊക്കെ നമുക്ക് പറയുന്ന പോലെ ആ ഒരു രീതിയിലേക്ക് എത്തിയിട്ടില്ല എങ്കിൽ തന്നെ കുഴപ്പമില്ലാത്ത രീതിയിലുണ്ട്. പിന്നെ ബാക്കിയുള്ള പനോരമ അങ്ങനെയുള്ള എല്ലാ ബേസിക് ആയിട്ടുള്ള ക്യാമറ ഫീച്ചേഴ്സും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കൂടെ നമുക്ക് കിട്ടുന്നതാണ്. ഓക്കെ, നോൺ റിമൂവബിൾ ആയിട്ടുള്ള ലിഥിയോൺ ബാറ്ററിയാണ് നമുക്ക് കമ്പനി ഓഫർ ചെയ്യുന്നത്. ആൻഡ് അതിൻ്റെ 4000 mAh ഉള്ളതിനെ കൊണ്ട് നമുക്കൊരു 1 day യൂസിന് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിലാണ് അത് വന്നിട്ടുള്ളത്. ആൻഡ് വോക്ക് ചാർജർ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു ഓൾറെഡി നല്ല സ്പീഡും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ വേണ്ട. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസിക് ആയിട്ടുള്ള ഒരുവിധ എല്ലാ ഹോട്ട്സ്പോട്ട്, വൈഫൈ ഇങ്ങനെ എല്ലാ എമ്യൂണിറ്റീസും തന്നെ നമുക്ക് ഇതിൻ്റെ അകത്തു നിന്നും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നോർമലി ഉള്ള പോലെ തന്നെ മുകളിൽ നിന്ന് താഴോട്ടാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള സെറ്റിങ്സ് എല്ലാം തന്നെ, വൈഫൈ, ഡിസ്പ്ലേ കാര്യങ്ങളെല്ലാം തന്നെ വരുന്നത്. അതേസമയം ഒപ്പോ ആ ഒരു സീരീസിൽ വരുന്ന പോലെ താഴത്തുനിന്ന് മുകളിലോട്ട് വരാതെ മെനു ആണ് നമുക്ക് താഴത്തുനിന്ന് മുകളിലോട്ടായിട്ട് വരുന്നത്. ആൻഡ് ഇതിൻ്റെ അകത്തൊരു നെഗറ്റീവായിട്ട് നമുക്ക് തോന്നാവുന്ന ഒരു കാര്യം, പഴയ കൺവെൻഷണൽ രീതിയിലുള്ള മിനിമൈസ്, അതേപോലെ തന്നെ ഹോം സ്ക്രീന്, ബാക്ക്, ഇങ്ങനെയുള്ള ഒരു 3 ബട്ടൺസ് അവർ ഇതിൻ്റെ കൂടെ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ശരിക്കും ഇത് ഒഴിവാക്കിയിട്ട് നമുക്ക് ചില ഫോൺസിൽ കാണുന്ന പോലെ ബാക്ക് ഡയറക്റ്റായിട്ട് ലെഫ്റ്റ് റൈറ്റ് സ്വൈപ്പ് ആയിരുന്നു കുറച്ചുകൂടെ കൺവീനിയൻറ്റ്. കാരണം സ്ക്രീൻ സൈസ് അത്ര കൂടുതലും അല്ല അത്ര കുറവും അല്ല അതിനെ കൊണ്ട്. ഇത്രയാണ് നമ്മൾ ഈ ഒരു റിയൽമി HTയുടെ സ്പെക്ക് വരുന്നത്. എന്തായാലും നമുക്ക് 16,000 രൂപയ്ക്ക് എന്ന് പറയുന്നതിന് അത്യാവശ്യം ലാഭമുള്ള മോഡലാണ്. കാരണം വലിയ എക്സ്പെൻസീവ് ആണോ എന്ന് ചോദിച്ചാലല്ല. അതേസമയം അതിന്റെ ഫീച്ചേഴ്സ് വെച്ച് നോക്കുന്നതിന് 4GB 64 അതിന്റെ കൂടെ 64 മെഗാ പിക്സലും കൂടെ പറയുന്നത് അത് അത്യാവശ്യം പൈസ ഹോസ്പിറ്റലുള്ള പരിപാടിയാണ്. അപ്പോൾ ഫോൺ എടുക്കുന്ന നേരം അതിന്റെ കൂടെ തന്നെ ഇൻഷുറൻസും ഓൺലൈനിലാണെങ്കിലും ഷോപ്പിലാണെങ്കിലും കഴിയുന്ന എടുക്കാൻ നോക്കുക. കാരണം സ്ലിപ്പറി അല്ല, പക്ഷെ കോണിംഗ് ഉരുള ഗ്ലാസ് ആണ്. എന്തൊക്കെയാണെങ്കിലും നിലത്ത് വീണിട്ട് വെച്ചാൽ പൊട്ടാത്തായിട്ട് ഗ്ലാസ് ആയിട്ട് ഒന്നുമില്ല, പൊട്ടാൻ ചാൻസ് പൊട്ടാൻ നോക്കുക. പിന്നെ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു റിവ്യൂ കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. അത് യൂസ് ചെയ്തതിനു ശേഷം മാത്രമേ ഞങ്ങൾക്ക് നിങ്ങളുമായിട്ട് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ സൂൺ ഒരാഴ്ചക്കുള്ളിൽ നിങ്ങൾ എല്ലാവരും ഒന്നും കൂടെ കാണുന്നതാണ്. ബൈ.